സനി ദുബായിൽ ഒരു തൃശ്ശൂർ പൂരം ഒരുക്കാന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണം ആലോചിച്ച് നോക്കൂ. ഈ ചെണ്ടമേളവും പഞ്ചവാദ്യവും അല്ലെ, പിന്നെ ആനയ അലങ്കാരങ്ങളും ചമയങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് പിന്നെ അതിന് വെടിക്കെട്ട് വേണോ? തന്നെയായാലും അതിന്റെ പിന്നിൽ അണിയറ പ്രവർത്തകരെ ഒന്ന് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ കഷ്ടപ്പാട്, കാരണം നമ്മൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ആ സ്വപ്നങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് തൊഴിൽപരമായ കാര്യങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കുമായി അവിടെ ചെല്ലുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ അടക്കി പിടിച്ച നമ്മുടെ ദേശത്തിനോടും ദേശത്തെ കലകളോടുമുള്ള ആത്മാർത്ഥമായ ആ ഒരു അഭിനിവേശം ആ നാട്ടിൽ ചെന്ന്, അതായത് ഈ പാട്ടിൽ പറഞ്ഞ കടലിനക്കരെ ചെന്ന് വീണ്ടും നമ്മുടെ ഗ്രാമവും അന്തരീക്ഷവും ഒക്കെ ആവർത്തിക്കാൻ കഴിയുക. അത് ജാതി മതഭേദമന്യേ പൂരം ഓണം പോലെ തന്നെയാണ്. ഒരു നാട്ടിലൊരു അമ്പലത്തിൽ ഒരു പൂരം ഉണ്ടെങ്കിൽ അവിടെ നാനാജാതി മതസ്ഥരും എല്ലാവരും ഐക്യരൂപേണ ആഘോഷിക്കുന്നതാണ് തൃശ്ശൂർ. അത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങളോട് പ്രത്യേകം സിനർജി ഇവന്റ്സ് ആണ് ഇതിന്റെ കോർഡിനേഷന് നേതൃത്വം നൽകുന്ന. ഒരുപാട് പേരുടെ പങ്കാളിത്തമുണ്ട്. നമുക്ക് ജനപ്രിയരുടെ താരങ്ങൾ ഒരുപാട് പേര്, വാദ്യകലാ വിദഗ്ധർ ഒരുപാട് പേര്, അങ്ങനെ പലരും അണിനിരക്കുന്ന അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ ദുബായ് തൃശ്ശൂർ പൂരത്തിന് എല്ലാ ആശംസകളും.